ഞാൻ 20 വർഷത്തോളമായി പല MNCസിലും ആയിട്ട് വർക്ക് ചെയ്യും. സ്വന്തം സ്റ്റാഫിനെ കോമ്പറ്റീറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടി അവർ പല ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരും ആൻഡ് ചില ഐഡിയാസ് പറയും. ഇതിൽ പലതും ഡെയിലി ലൈഫിലും വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ SWOT അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. നമ്മൾ പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുൻപ് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എവറസ്റ്റ് കൊടുമുടി കയറാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് വയ്ക്കാം. ഒരു അൺയൂഷ്വലി ലാർജ് ലങ് കപ്പാസിറ്റി ഉണ്ട് നമുക്കെങ്കിൽ അതൊരു സ്ട്രെങ്ത് ആയിരിക്കും. അതേസമയം നമുക്ക് കാലിനൊരു മുടന്തുണ്ടെങ്കിൽ അതൊരു വീക്ക്നെസ് ആയിരിക്കും. നമുക്ക് ഒരു അൺയൂഷ്വലി സ്ട്രോങ് അപ്പർ ബോഡി ഉണ്ടെങ്കിൽ, കൈകൾക്ക് ബലം കൂടുതലുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ട്രെക്കിംഗ് എക്സ്പെഡീഷൻസ് പലതും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഒരു അൺയൂഷ്വലി ലാർജ് അപ്പർ ബോഡി സ്ട്രെങ്ത് ഉള്ള ആളുകൾക്ക് ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേസമയം നമ്മളൊരു ടീം പ്ലെയർ അല്ല എങ്കിൽ, മറ്റുള്ളവരോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കേപ്പബിലിറ്റി കുറവാണെങ്കിൽ അതൊരു ത്രെറ്റ് ആയിരിക്കും. കാരണം അഗൈൻ ഒരു ടീം ആക്ടിവിറ്റിയിൽ നമ്മെ പിന്നോട്ടടിക്കുന്ന ഒന്നായിരിക്കും. ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർത്ത് വെച്ച് അക്കൗണ്ട് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ളൊരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമുക്കതിനെ ബെറ്റർ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ കഴിയും. കാരണം കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസും അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ത്രെറ്റ്സും അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്.